إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 44-ാമത്തെയും 45-ാമത്തെയും ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടുപേരും അവനോട് പറയണമെന്ന് പറഞ്ഞാൽ ആരോടാണ് പറയേണ്ടത്? മൂസ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബിയും കൂടി ഫിർഔനോട് പറയണമെന്നാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ഖൗലൻ ലയ്യിനൻ, സൗമ്യമായ വാക്ക് പറയണം, അടുപ്പമുള്ള വാക്ക് പറയാൻ പാടില്ല. എന്താണ് കാരണം? ലഅല്ലഹു യതനക്കറു ഔ യഖ്ഷ, അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപക്ഷേ നിങ്ങളുടെ ഉപദേശം സതുപദേശം സ്വീകരിക്കുന്നവനായേക്കാം, അല്ലെങ്കിൽ അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനായേക്കാം. അതിനു വേണ്ടിയിട്ടാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഒരിക്കലും ഒരു പ്രതീക്ഷയും കൈവിടാൻ പാടില്ല. ഒരിക്കലും നാം ഒരു നിരാശയുടെ വാക്ക് ഒരു സംഗതി പോലും അതിലുണ്ടാകാൻ പാടില്ല എന്നാണ് ഈ ആയത്ത് നമ്മെ ഉണർത്തുന്നത്. ഒരാൾ മുസ്ലിമാകുകയോ മുസ്ലിമാകാതിരിക്കുകയോ അല്ലെങ്കിൽ കൊടിയ അക്രമിയാണെങ്കിൽ പോലും അവർക്ക് ഏത് സമയത്തും അവർക്ക് മനം മാറ്റം വരാൻ സാധ്യതയുണ്ടല്ലോ. ഇതൊക്കെയാണ് പല പ്രത്യാശയ്ക്ക് വകയുണ്ട് അത്തരം കാര്യങ്ങളിൽ. അതൊക്കെയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. വിഷമല്ല പറയുന്നു അടുത്ത ആയത്തിൽ, ഖാലാ റബ്ബനാ, അപ്പോൾ അവർ രണ്ടുപേരും മൂസ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ നഖാഫു, നിശ്ചയമായും ഞങ്ങൾ ഭയപ്പെടുകയാണ്, അയ്യഫുറുത അലൈനാ, നമ്മുടെ മേൽ അവിവേകം കാണിക്കുമെന്ന്, ആ ഫിർഔൻ നമ്മുടെ മേൽ അവിവേകം കാണിക്കുമെന്നും, ഔ അയ്യത്വക, അല്ലെങ്കിൽ അതിക്രമം കാണിക്കുമെന്നും, ആ ഫിർഔന്റെ അതിക്രമത്തെയും അവിവേകത്തെയും ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്നാണ് മൂസ നബിയും ഹാറൂൻ നബിയും അള്ളാഹുവിനോട് തിരിച്ചു പ്രതിവചിക്കുന്നത്. കാരണം എന്താണ്? ഈ ഫിർഔൻ അതിക്രൂരനായ ഒരു വ്യക്തിയാണ്. അയാളാണെങ്കിലും കയ്യും കാലും എതിർവശത്തുകൂടി വെട്ടിക്കളയും, അതുപോലെ കുരിശിൽ തറച്ചു കൊല്ലും, അതുപോലെ ബനീ ഇസ്രായേലിൽപ്പെട്ട ആയിരക്കണക്കിന് ആൺകുട്ടികളെ അയാൾ വധിച്ചിട്ടുണ്ട്. അത്രയും ക്രൂരനായ ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് പ്രബോധന പ്രവർത്തനങ്ങളുമായി പോകുന്നത്. അതുകൊണ്ടാണ് മൂസ നബിയും ഹാറൂൻ നബിയും ആശങ്ക ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇത്തരം വചനങ്ങൾ അള്ളാഹുവിനോട് പ്രതിവചിക്കുന്നത്. ഞങ്ങൾ അവൻ അതിക്രമം കാണിക്കുമെന്നും അല്ലെങ്കിൽ അവിവേകം കാണിക്കുമെന്നും ആ ഫിർഔനെ കുറിച്ച് നമ്മൾ ഭയപ്പെടുകയാണ് എന്ന് എന്തെങ്കിലും തരത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അതിനൊരു പരിഹാരം, അതിനുള്ളൊരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മൂസ നബിയും ഹാറൂൻ നബിയും ഇത് ചോദിക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനുകൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.